ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീ എവിടെയാണ്? ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് നീ ചെയ്തോ? നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ എവിടെയാണ്? നിയമത്തിൽ നീ എന്തു വായിക്കുന്നു? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതായിത്തീരും? വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മോട് ദൈവം ചോദിക്കുന്ന ഏതാനും അതിപ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ എല്ലാ മനുഷ്യരോടും ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് തന്നെയാണ്. അന്ത്യദിനത്തിലെ പരസ്യ വിചാരണയിലും വിധിയിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങളാവാം യേശുവും നമ്മോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ദൈവം വിലമതിക്കുന്ന ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിതത്തെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മാറ്റം വരുത്തുകയും ചെയ്യുക, അതാണ് വിഭൂതി. ഒരാൾക്ക് ആയിരിക്കുവാൻ കഴിയുന്നിടത്ത് ആയിരിക്കുവാനും ചെയ്യാൻ കഴിയുന്നത് ചെയ്യുവാനും സ്വന്തമാക്കുവാൻ കഴിയുന്നത് സ്വന്തമാക്കുവാനും കഴിയുന്ന സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ഭൂതി, ആ ആഗ്രഹം ഉപേക്ഷിക്കുക, അതാണ് വിഭൂതി. പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിലെ നിസാരങ്ങളായ, നശ്വരങ്ങളായ, താൽക്കാലികങ്ങളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിലപ്പെട്ടത്, അമൂല്യമായത് എന്ന് നമ്മൾ കരുതുന്ന സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം, ആദരവ്, അധികാരം, ഐശ്വര്യം, ശക്തി, ബുദ്ധി, വലിപ്പം, നേട്ടങ്ങൾ, സുഖം എല്ലാം ഉപേക്ഷിക്കാനുള്ള മനസ്സ് സമ്പാദിക്കുവാനും മനസ്സുകൊണ്ട് അതിൽ നിന്നും അകന്നിരിക്കുവാനും ശ്രമിക്കുക, അതാണ് വിഭൂതി. കാരണം അങ്ങനെയുള്ള എല്ലാ ഭൂതികളും ഈ ലോക ജീവിതകാലം മുഴുവൻ പോലും നിലനിൽക്കുകയില്ല. അതെല്ലാം വെറും പൊടിയും ചാരവും മാത്രമാണ്. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്ന നിൻ്റെ ആ ഭൂതി പുനരങ്ങ് കിടപ്പതോർത്താൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, മുന്നറിയിപ്പ് നൽകുന്ന കവിതകളും ചിന്തകളും ഒക്കെയുണ്ട്. വിശുദ്ധരും മഹാത്മാക്കളും ഒക്കെ നേരത്തെ കാര്യം തിരിച്ചറിഞ്ഞു. വലിയ ഓഫീസിലെ ആ ഗാനം ഓർമ്മയില്ലേ? വളരെ ഹൃദയസ്പർശിയാണ്. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും, നീർപ്പോളകൾ പോൽ എല്ലാം മാഞ്ഞടിയുന്നു. അതനുസരിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക, അതാണ് വിഭൂതിയുടെ അർത്ഥം. പൊടിയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ എന്ന് പിതാവായ അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്ന ആ അനുഭവത്തിലേക്ക് വിനയമുള്ളതാക്കി നമ്മെ തന്നെ മാറ്റുക. മരണശേഷം നമ്മുടെ ശരീരവും ദഹിപ്പിക്കാൻ തുടങ്ങിയ ആ ചരിത്രങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് വിഭൂതിയുടെ അർത്ഥം കൂടുതലായി മനസ്സിലാക്കുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുമുണ്ട്. എന്നാൽ ശരീരം വെറും ചാരവും പൊടിയും മണ്ണും മാത്രമാണെങ്കിൽ ശരീരത്തിന് ഒരു പ്രാധാന്യവും നൽകാത്ത, ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ശരീരശുദ്ധിയെക്കുറിച്ച് കാര്യമായ അവബോധമില്ലാതെ ജീവിക്കുന്നവർ ഈ പുതിയ തലമുറയിൽ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർക്കുക എന്ന് ദൈവം പറയുമ്പോൾ അന്ത്യവിധിയിൽ അതേ മണ്ണിൽ നിന്നും ശരീരത്തോടെ ദൈവം നമ്മെ ഉയർപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും പരിശുദ്ധി പോലെ തന്നെ ശരീരത്തിൻ്റെ വിശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതായിത്തീരുന്നത്, ദൈവം വലിയ വില കൊടുക്കുന്നത്. അതേസമയം വിളിക്കപ്പെട്ടിരിക്കുന്ന ജീവിതാവസ്ഥയ്ക്കനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും നിയോഗങ്ങളും പൂർത്തീകരിക്കുന്നത് വെറും പൊടിയും ചാരവുമായ നമ്മുടെ ഈ ശരീരം കൊണ്ടാണ്. ഇതെൻ്റെ ശരീരം, എൻ്റെ രക്തം. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ രഹസ്യം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരവും യേശുവിൻ്റെ ശരീരത്തോട് ചേരുകയാണ്. യേശുവിൻ്റെ ശരീരത്തോട് ചേരുന്ന ഒരാൾ കൂടുതൽ തീക്ഷ്ണമായി, സജീവമായി, ആത്മാർത്ഥമായി സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കായി തൻ്റെ ശരീരത്തെ ഒരുക്കി നിർത്തുകയാണ്. തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കാത്ത, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ തൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അയാൾ നിയന്ത്രിക്കുകയാണ്. ഇതുവരെ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയ ഓട്ടങ്ങൾ നിർത്തിവെച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഓട്ടപ്പന്തയത്തിൽ ഓടി ഒന്നാമത് എത്തുവാൻ പരിശ്രമിക്കുന്നു. ടോൾസ്റ്റോയിയുടെ 6 അടി മണ്ണ് എന്ന കഥയിലെ ഓട്ടക്കാരൻ ഓടി
സ്വന്തമാക്കുവാൻ ശ്രമിച്ചതെല്ലാം 6 അടി മണ്ണിൽ അവസാനിക്കുകയാണ്. ചിലപ്പോൾ അതുപോലും ലഭിക്കാത്തവനായി മാറാം. അതുകൊണ്ടാണ് മനുഷ്യ നീ വെറും പൊടിയും ചാരവും മാത്രമാണെന്ന് പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ട എല്ലാ ഇടങ്ങളിൽ നിന്നും, പ്രവൃത്തികളിൽ നിന്നും, സമ്പാദ്യങ്ങളിൽ നിന്നും അകന്നു മാറി ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രം 50 ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നു. തിരുവചനവും പാരമ്പര്യവും പഠിപ്പിക്കുന്നത് 40 ദിവസം തുടർച്ചയായി ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ശീലമാകുന്നു, അതൊരു സ്വഭാവമാകുന്നു എന്നാണ്. അത് ഉറച്ച ബോധ്യവും തീരുമാനവുമായി മാറ്റുകയാണ് ബാക്കി 10 ദിവസങ്ങളിൽ. കാരണം ജീവിക്കുന്നത് ലോകത്തിലാണ്, ലോകത്തിൻ്റെതല്ല എന്ന ഉറച്ച ബോധ്യമുണ്ടാകുവാൻ വേണ്ടിയാണ്. അത് തെളിയിക്കുവാൻ വേണ്ടി ചിലപ്പോൾ നമ്മയും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവം വിട്ടുകൊടുത്തേക്കാം. അവസാനം വരെ സഹിച്ചിരിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണത്. ക്രിസ്ത്യാനികരണത്തിൽ തോമസ് അക്വീനാസ് എന്ന പുണ്യാത്മാവ് പറയുന്നത് പോലെ ദുഷിച്ചതും ദുഷിപ്പിക്കുന്നതുമായ ലോകത്തിൽ നിന്നും ഓടിയകലുക. അപാരമായ എളിമയോടെ, അഗാധമായ വിനയത്തോടെ ദൈവവുമായുള്ള ഗാഠബന്ധം സ്ഥാപിച്ചെടുക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആത്മബന്ധം മറ്റു മനുഷ്യരോടും സർവ്വ ജീവജാലങ്ങളോടും ചരാചരങ്ങളോടും സ്വന്തമാക്കിയെടുക്കുവാൻ സാധിക്കട്ടെ. തിരുവചനവും ക്രൈസ്തവ പാരമ്പര്യവും പഠിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്ന നോമ്പാചരണം നമുക്ക് പൂർത്തിയാക്കാം. നോമ്പിൻ്റെ തുടക്കത്തിൽ നെറ്റിയിൽ ചാരം പൂശി ആചരിക്കുന്ന വിഭൂതി തിരുനാൾ ദിനത്തിൽ ഈ ചിന്തകൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. 50 ദിവസത്തെ ആത്മീയ യാത്ര ആരംഭിക്കാം. ദൈവവചന ചിന്തകൾ ഓരോ ദിവസത്തിൻ്റെയും നാഴികക്കല്ലുകളായി തീരട്ടെ. നെറ്റിയിൽ പൂശുന്ന പ്രതീകാത്മകമായ ഭസ്മം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കട്ടെ. കുരിശ് നമ്മെ രക്ഷിക്കട്ടെ. ആമേൻ.